നമസ്കാരം. പ്രധാന വാർത്തകൾ. ഓൺലൈൻ തട്ടിപ്പ്. തൃശൂർ സ്വദേശിയിൽ നിന്നും 1,90,00,000 തട്ടിയ പ്രതി പിടിയിൽ. പിടിയിലായത് നൈജീരിയൻ പൗരൻ ഓസ്റ്റിൻ ഓഗ്ബ. മൃഗങ്ങളോട് മനുഷ്യന്റെ ക്രൂരത. മേയാൻ വിട്ട പശു പന്നിപ്പടക്കം കടിച്ച് വായ പൂർണ്ണമായും തകർന്ന നിലയിൽ. പുതുനഗരം പെരുവെമ്പ് സതീഷിന്റെ പശുവിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. കേസെടുത്ത് പോലീസ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മാധ്യമവിലക്കിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ ഹൈക്കോടതിയിലേക്ക്. വാർത്താമാധ്യമങ്ങൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനും ചിത്രീകരണത്തിനും അനുമതി നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചു. തൃശൂർ പെരുമ്പിലാവിൽ ലോറിയിടിച്ച് ബൈക്ക് യാത്രികനായ +1 വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. മരിച്ചത് പെരുമ്പിലാവ് അംബേദ്കർ നഗർ സ്വദേശി 17 വയസ്സുള്ള ഗൗതം. സംഭവം തിങ്കളാഴ്ച പുലർച്ചെ 12:30-ഓടെ. കോട്ടായിയിൽ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമാകുന്നു. കോട്ടായി സെന്ററിൽ നിർമ്മിക്കുന്ന മിനി ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. പദ്ധതി നിർവഹണം 1 കോടി ചെലവിൽ. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും കാർഷികോത്സവത്തിന് നാടെങ്ങും ആഘോഷങ്ങൾ. മലയാളികൾ വിഷു ആഘോഷിച്ചു. ഗുരുവായൂരിൽ വൻ ഭക്തജനത്തിരക്ക്. കണ്ണനെ കണി കാണാനായി എത്തിയത് 10,000. ജനസാഗരമായി മറ്റ് ക്ഷേത്രങ്ങളും. വാർത്തകൾ വിശദമായി. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട് വിവിധ വാഗ്ദാനങ്ങൾ നൽകി തൃശൂർ സ്വദേശിയിൽ നിന്നും 1,90,00,000 തട്ടിയ കേസിലെ പ്രതികളിൽ ഒരാളെ തൃശൂർ സിറ്റി ക്രൈംബ്രാഞ്ച് സംഘം പിടികൂടി. നൈജീരിയൻ പൗരനായ ഓസ്റ്റിൻ ഓഗ്ബയാണ് പിടിയിലായത്. 1/3/2023 കേസിനാസ്പദമായ സംഭവത്തിന്റെ തുടക്കം. തൃശൂർ സ്വദേശി ഫേസ്ബുക്കിൽ നിന്നും പ്രതികളിലൊരാളായ സ്ത്രീയെ പരിചയപ്പെടുകയായിരുന്നു. പ്രതി പിന്നീട് താൻ സിറിയയിൽ യുദ്ധം വന്നപ്പോൾ രക്ഷപ്പെട്ട് തുർക്കിയിൽ വന്നതാണ് എന്നും കൈവശമുണ്ടായിരുന്ന $ഡോളറുകളും വിലപിടിപ്പുള്ള സാധനങ്ങളും അടങ്ങിയ 2 ബോക്സുകൾ ഈജിപ്തിലെ മിഡിൽ ഈസ്റ്റ് വോൾട്ട് കമ്പനിയുടെ കസ്റ്റഡിയിലാണെന്നും തിരിച്ചെടുക്കുന്നതിനും രക്ഷപ്പെടുത്തുന്നതിനും ഇന്ത്യയിലെത്തിച്ച് നൽകാമെന്നും സഹായിക്കുന്നതിനും ബോക്സുകൾ ഓതറൈസേഷൻ കൊണ്ടുവരുന്നതിനായി ഡോക്യുമെന്റ്സിന്റെ ചാർജിനായി പണം അയച്ചു തരണമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് 2023 മാർച്ച് മാസം മുതൽ ജൂൺ മാസം വരെയുള്ള കാലയളവിൽ പല ദിവസങ്ങളിലായി 1,90,00,000 രൂപ കൈപ്പറ്റുകയായിരുന്നു. പിന്നീട് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയ തൃശൂർ സ്വദേശി ഉടൻ തന്നെ ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും ഒല്ലൂർ പോലീസ് പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പിന്നീട് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ IPSന്റെ നിർദ്ദേശത്തിലും കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ Y നിസാമുദ്ദീന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. തൃശൂർ സിറ്റി ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് തൃശൂർ റേഞ്ച് DIG ഹരിശങ്കറിന്റെ പ്രത്യേക മേൽനോട്ടത്തിലും നടത്തിയ അന്വേഷണത്തിൽ പണം അയച്ചതുമായ രേഖകളും ഫേസ്ബുക്ക് ബന്ധപ്പെട്ട രേഖകളും പരിശോധിച്ച് പ്രതികളിലൊരാളെ ബാംഗ്ലൂരിൽ വെച്ച് കണ്ടുമുട്ടിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പ്രതി സഞ്ചരിച്ച ഫ്ലൈറ്റുകളുടെ പാസഞ്ചേഴ്സ് മിനിഫെസ്റ്റോയും പരിശോധിച്ചും നടത്തിയ അതിവിദഗ്ധമായ അന്വേഷണത്തിൽ ഓൺലൈൻ തട്ടിപ്പിലെ ഒരു സംഘമാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലാക്കുകയും പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ നൈജീരിയൻ സ്വദേശിയെ മുംബൈ പോലീസിന്റെ സഹായത്തോടെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഈസ്റ്റ് മുംബൈയിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മറ്റു പ്രതികളെ നിരീക്ഷിച്ച് അന്വേഷണം നടന്നുവരുന്നുണ്ട്. അന്വേഷണ സംഘത്തിൽ സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സുധീഷ് കുമാർ, ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ വിനോദ് KR, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് ശങ്കർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ശരത്, പ്രശാന്ത് എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ പെരുമ്പിലാവിൽ ലോറിയിടിച്ച് ബൈക്ക് യാത്രികനായ +1 വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. പെരുമ്പിലാവ് അംബേദ്കർ നഗർ സ്വദേശി വിജുവിന്റെ മകൻ 17 വയസ്സുള്ള ഗൗതമാണ് മരിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ 12:30-ഓടെയായിരുന്നു സംഭവം. പുലർച്ചെ 12:30-ഓടെയാണ് കോഴിക്കോട് റോഡിലുള്ള പെട്രോൾ പമ്പിന് സമീപം അപകടം നടന്നത്. ബൈക്കിൽ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് 17 വയസ്സുള്ള മനുവിന് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇടിച്ച ലോറി നിർത്താതെ പോയി. വിദ്യാർത്ഥികൾ പെട്രോൾ നിറയ്ക്കാനായി ബൈക്ക് പമ്പിലേക്ക് തിരിക്കുന്നതിനിടയിൽ പുറകിൽ വന്ന ലോറിയുടെ പുറകുവശം ബൈക്കിൽ തട്ടുകയായിരുന്നു. ഇതോടെ ഇരുവരും റോഡിൽ തലയിടിച്ചു വീണു. ഇരുവരെയും നാട്ടുകാർ ഉടൻ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഗൗതമനെ രക്ഷിക്കാനായില്ല. സാരമായി പരിക്കേറ്റ മനുവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോക്കൂർ സ്കൂൾ +2 വിദ്യാർത്ഥിയാണ് മരണപ്പെട്ട ഗൗതം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മൃഗങ്ങളോട് മനുഷ്യന്റെ ക്രൂരത. മേയാൻ വിട്ട പശു പന്നിപ്പടക്കം കടിച്ച് വായ പൂർണ്ണമായും തകർന്ന നിലയിൽ. പുതുനഗരം പെരുവെമ്പ് മണ്ണാംകുളമ്പ് സതീഷിന്റെ പശുവിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. പുതുനഗരം പോലീസ് കേസെടുത്തു. മേയാൻ വിട്ട 9 പശുക്കളിൽ ഒരു പശുവിനാണ് പന്നിപ്പടക്കം കടിച്ച് വായ പൂർണ്ണമായും തകർന്നത്. വാഴത്തൂമ്പ് ഇലയിൽ പൊറോട്ടയോടൊപ്പം പൊതിഞ്ഞ നിലയിലായിരുന്നു പന്നിപ്പടക്കം. കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമായ പ്രദേശത്ത് പന്നിക്കായി വെച്ച പടക്കം പശു കടിച്ചതാവാമെന്ന് സതീഷ് കുമാർ പറഞ്ഞു. പന്നിശല്യം തീർക്കാൻ വേണ്ടി വാഴയിലയിൽ പൊതിഞ്ഞിട്ട പടക്കപ്പൊതി
കടിച്ചു തിന്നുന്നതിൻ്റെ ഇടയിലാണ് പൊട്ടിയത്. വായ, ശ്വാസനാളം, നാക്ക് ഉൾപ്പെടെ തകർന്നു. പൊതുജനം യാത്രയ്ക്കായും വളർത്തുമൃഗങ്ങൾ തീറ്റയ്ക്കായും വരുന്ന പ്രദേശത്ത് സാരമായ അപകടമുണ്ടാക്കുന്ന പന്നിപ്പടക്ക പ്രയോഗം ഉൾപ്പെടെ അവസാനിപ്പിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ്. പാടങ്ങളിൽ കൊയ്തു കഴിഞ്ഞതോടെ തീറ്റയ്ക്കായി പശുക്കളെയും ആടുകളെയും ഈ പ്രദേശത്ത് അഴിച്ചുവിടുന്നത് പതിവാണ്. പന്നിപ്പടക്കം പൊട്ടി മരണത്തോട് മല്ലടിക്കുന്ന പശുവിനെ നോക്കി നെടുവീർപ്പിടുകയാണ് സതീഷ്. അവിടെ പന്നി പിടിക്കാൻ വേണ്ടി അവര് പന്നിപ്പടക്കം വച്ചു, വാഴലിൽ പൊതിഞ്ഞിട്ട്. അത് വാഴല തിന്നു. തിന്നപ്പോൾ പന്നിപ്പടക്കം പൊട്ടി. അതാണ് സംഭവം കണ്ടത്. അത് കണ്ടിട്ട് പരിസരവാസികൾ കണ്ടിട്ട് ഞങ്ങളെ വിളിച്ചു. ഞങ്ങളെ ഈ മാടിനെ കൊണ്ടുവന്നിപ്പോൾ കെട്ടിയിട്ടിട്ടുണ്ട്. ഇപ്പൊ എന്താ ചെയ്യാന്ന് തീരുമാനമില്ല. ഒരു ജീവിത മാർഗം, ഞങ്ങളുടെ കുടുംബം ജീവിക്കുന്ന മാർഗം കളഞ്ഞുപോയി. പ്രസവിച്ച് 1.5 മാസം മാത്രം കഴിഞ്ഞ പശു ദിവസവും 15 ലിറ്റർ പാലാണ് സതീഷിന് നൽകുന്നത്. പശു വളർത്തൽ ഉപജീവനമാക്കിയ സതീഷിനെ താങ്ങാവുന്നതിനപ്പുറമാണ് പശുവിനുണ്ടായ അതിദാരുണമായ പരുക്ക്. പരാതിയെ തുടർന്ന് പുതുനഗരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായിയിൽ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്നു. കോട്ടായി സെന്ററിൽ നിർമ്മിക്കുന്ന മിനി ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. പദ്ധതി നിർവഹണം 1 കോടി ചെലവ്. മലമ്പുഴ കനാൽ ബണ്ട് കെട്ടൽ പണിക്കാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. സെന്ററിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്നതിനാണ് മിനി ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത്. കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും ഗവൺമെന്റ് ഹൈസ്കൂളിന്റെയും ഇടയിലുള്ള മലമ്പുഴ കനാലിന് മുകളിലാണ് 100 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് സ്ലാബ് നിരത്തി മിനി ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത്. പൊതുവെ വീതി കുറഞ്ഞ കോട്ടായി ജംഗ്ഷനിൽ എന്നും ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ബസ് സ്റ്റാൻഡ് പൂർത്തിയാകുന്നതോടെ ഇതിനെല്ലാം പരിഹാരമാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ജനപ്രതിനിധികളും നാട്ടുകാരും. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സന്ദേശവുമായി നാടെങ്ങും വിഷു ആഘോഷം നടന്നു. നിറഞ്ഞ കവിഞ്ഞ് ആരാധനാലയങ്ങൾ. കാർഷികോത്സവത്തിൻ്റെ വരവേൽപ്പിനെ കണിയൊരുക്കിയാണ് മലയാളികൾ വരവേറ്റത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനം കാണാൻ നിരവധി പേരാണ് എത്തിയത്. പുലർച്ചെ 2:45 മുതൽ 3:45 വരെയാണ് ക്ഷേത്ര ശ്രീകോവിലിനുള്ളിലും നമസ്കാര മണ്ഡപത്തിലും കണി കാണാൻ ഭക്തർക്ക് അവസരം ലഭിച്ചത്. മേൽശാന്തി കവപ്രമാറത്ത് അച്യുൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് പുലർച്ചെ 2-ന് ക്ഷേത്രത്തിൽ കണിയൊരുക്കിയത്. വിഷുദിനം പ്രമാണിച്ച് വൻ ഭക്തജനത്തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. അതേസമയം ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തലിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ക്ഷേത്ര പരിസരത്തേക്ക് മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കില്ല എന്ന ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് നടപടിയെന്ന് ഗുരുവായൂർ ദേവസ്വം അധികൃതർ വിശദീകരിച്ചു. ജസ്ന സലീം നടപ്പന്തലിൽ റീൽസ് ചിത്രീകരിക്കുന്നതിനെതിരെ കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മാധ്യമ വിലക്കിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ ഹൈക്കോടതിയെ സമീപിക്കും. വാർത്താമാധ്യമങ്ങൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനും ചിത്രീകരണം നടത്തുന്നതിനും സൗകര്യമൊരുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിക്കുക. വാർത്താമാധ്യമങ്ങൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനും ചിത്രീകരിക്കുന്നതിനും സൗകര്യമൊരുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിക്കുക. വിഷുദിനത്തിൽ മാധ്യമങ്ങൾക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദേവസ്വം അധികൃതർ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് വിലക്ക് ഏർപ്പെടുത്തിയതെന്നാണ് ദേവസ്വം അധികൃതരുടെ വിശദീകരണം. ഇതോടെയാണ് മാധ്യമപ്രവർത്തകരുടെ സംഘടനയായ KUWJ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃത്താല മണ്ഡലത്തിൽ കാർഷിക മേഖലയിൽ ഉൾപ്പെടെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞതായി മന്ത്രി MP രാജേഷ്. സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായി 3 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച കാർഷിക കാർണിവലിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാർണിവലിന് വർണ്ണാഭമായ സമാപനം. തൃത്താല മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ തനതായി ഉത്പാദിപ്പിച്ച കാർഷിക ഉത്പന്നങ്ങളുടെ വിപണനവും കാർഷിക മേഖലയിലെ നവോന്മേഷവും ലക്ഷ്യമാക്കി മന്ത്രി MP രാജേഷ് മുൻകൈയെടുത്താണ് സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി നഗരശ്ശേരി വാഴക്കാട് പാടശേഖരത്തിൽ 3 ദിവസങ്ങളിലായി കാർഷിക കാർണിവൽ സംഘടിപ്പിച്ചത്. വർണ്ണാഭമായ സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് കാർണിവലിന് സമാപനമായത്. കൂറ്റനാട് സെന്ററിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര വാഴക്കാട് പാടശേഖരത്തിൽ സമാപിച്ചു. വാർഷിക കാർണിവലിന്റെ സമാപനം കുറിച്ചുകൊണ്ട് നടക്കുന്ന ഘോഷയാത്രയാണ് പ്രിയപ്പെട്ടവരെ ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി വികസന വിപ്ലവങ്ങളിലൂടെ ബഹുദൂരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന. തുടർന്ന് കാർണിവലിന്റെ സമാപന സമ്മേളനം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി കാർഷിക മേഖലയിൽ ഉൾപ്പെടെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാനായെന്ന് മന്ത്രി പറഞ്ഞു. 556 ഹെക്ടർ കൃഷിഭൂമിയിൽ പുതുതായി കൃഷിയിറക്കാനും കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു. നമ്മൾ ആവിഷ്കരിച്ച തൃത്താലയിൽ നടപ്പാക്കുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സുസ്ഥിര തൃത്താല. ഏറ്റവും അധ്വാനം വേണ്ടി വന്നിട്ടുള്ളതും സുസ്ഥിര തൃത്താലയ്ക്കാണ്. ഞാൻ ദീർഘമായിട്ട് റിപ്പോർട്ട് ഇവിടെ വയ്ക്കും, സൈതലവി ഇതിന്റെ കോർഡിനേറ്ററാണ്. സുസ്ഥിര തൃത്താലയുടെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്നത്
ശ്രീ സൈതലവിയാണ്. അദ്ദേഹം വിശദമായ റിപ്പോർട്ട് വയ്ക്കും. ഇതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? തൃത്താല കേരളത്തിലെ ഭൂഗർഭ ജലവിധാനം അപകടകരമായി താഴുന്ന സെമി ക്രിട്ടിക്കൽ വിഭാഗത്തിലുള്ള ബ്ലോക്കാണ്. ഇങ്ങനെ പോയാൽ തൃത്താല മുഴുവൻ അധികം വൈകാതെ തരിശായി തീരും എന്ന തിരിച്ചറിവിൽ നിന്നാണ്, പിന്നെ കൃഷിയെ സാധ്യമാവാത്ത സ്ഥിതി വരും എന്ന തിരിച്ചറിവിൽ നിന്നാണ് തൃത്താലയുടെ ഭൂഗർഭ ജലവിധാനം ഉയർത്തുക, അതിന് മണ്ണ് സംരക്ഷണം, ജലസംരക്ഷണം, ഒപ്പം കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന 3 പ്രധാന ലക്ഷ്യങ്ങൾ മുൻനിർത്തി ഈ പദ്ധതി നടപ്പാക്കിയത്. അതിന് സംസ്ഥാന സർക്കാരിന്റെ, കേന്ദ്ര സർക്കാരിന്റെയും എല്ലാ പദ്ധതികളെയും സംയോജിപ്പിച്ചു, ഏകോപിപ്പിച്ചു ഇവിടെ നടപ്പാക്കി. തൊഴിലുറപ്പ് അതിനുവേണ്ടി നന്നായിട്ട് ഉപയോഗിച്ചൊരു പദ്ധതിയാണ്. മറ്റു ധാരാളം പദ്ധതികളെ ഏകോപിപ്പിച്ച് ഇവിടെ നടപ്പാക്കിയുണ്ടായി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന അധ്യക്ഷത വഹിച്ചു. മണ്ഡലത്തിലെ മികച്ച കർഷകരെയും സംസ്ഥാന സ്കൂൾ കലാ കായിക ശാസ്ത്രമേളകളിൽ വിജയികളായ വിദ്യാർത്ഥികളെയും മന്ത്രി ഉപഹാരം നൽകി ആദരിച്ചു. നാടൻപാട്ടും മദ്ദളകേളിയും സമാപനത്തിന്റെ ഭാഗമായി നടന്നു. കാർണിവലിന്റെ ഭാഗമായി കാർഷിക വിഭവങ്ങളുടെ വിളവെടുപ്പ് മഹോത്സവം, ഉൽപ്പന്നങ്ങളുടെ വിപണനമേള, നാടൻ കലാരൂപങ്ങളുടെ അവതരണം, നാടൻ ഭക്ഷ്യവിഭവമേള, മത്സ്യവിപണനമേള എന്നീ വൈവിധ്യങ്ങളായ പരിപാടികളാണ് നടന്നത്. നാടൻ ഭക്ഷ്യവിഭവങ്ങളുടെ മേളയും ലൈവ് ഫിഷ് വിപണനമേളയും കാർണിവലിന്റെ മുഖ്യ ആകർഷണങ്ങളായിരുന്നു. കൃഷി വകുപ്പ്, ആത്മ മത്സ്യബന്ധന വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, ക്ഷീരവികസന വകുപ്പ്, കുടുംബശ്രീ, മണ്ണ് പരിവേഷണ വകുപ്പ്, തദ്ദേശ സ്ഥാപനങ്ങൾ തുടങ്ങിയവയും ഏജൻസികളും കൈകോർത്താണ് കാർണിവൽ മനോഹരമാക്കിയത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ലക്കിടി ശ്രീശങ്കര ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്കായി ഏകദിന ക്യാമ്പ് ഏപ്രിൽ 16 നടക്കും. 4ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പാട്ടുപാടിയും അഭിനയത്തിന്റെ ബാലപാഠങ്ങൾ പകർന്നും നടക്കുന്ന പരിപാടിയിൽ 200 കുട്ടികളാണ് പങ്കെടുക്കുക. രാവിലെ 10:30 തുടങ്ങുന്ന ക്യാമ്പിന്റെ സമാപനം വൈകിട്ട് 5:30 ലക്കിടി കൂട്ടുപാതയിൽ വെച്ച് നടക്കും. ലഹരി വിരുദ്ധ പ്രചാരണത്തിനായി ലഘുരേഖകൾ വിതരണം ചെയ്യും. പ്രധാന അധ്യാപിക എൻ ഇന്ദുകല, CV അനൂപ്, കെ ജ്യോതി എന്നിവർ പദ്ധതി വിശദീകരിച്ചു. ഏപ്രിൽ 16-ാം തീയതി കഥായനം എന്ന് പറയുന്ന ഒരു വലിയ പരിപാടി നടക്കാൻ പോകുന്നു. എറണാകുളത്തെ മുളന്തുരുത്തിയിലുള്ള ആല എന്ന് പറയുന്ന സംഘമാണ് ഇത് അവതരിപ്പിക്കുന്നത്. മനു ജോസും സംഘവും അടങ്ങുന്ന 15 പേരടങ്ങുന്ന ഒരു സംഘമാണ് വരുന്നത്. അവിടെ ആലയിൽ 10 ദിവസത്തെ ഒരു ക്യാമ്പ് നടന്നിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്നുള്ള ആൻഡ്രൂ കിം എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ ഒരു വലിയ ജൈൻറ്റ് പപ്പറ്റിൻ്റെ വർക്ക്ഷോപ്പ് നടന്നിരുന്നു. ആ വർക്ക്ഷോപ്പിൽ ഉണ്ടായ വലിയ പപ്പറ്റുമായിട്ടാണ് അവർ വരുന്നത്. ഒരു ദിവസത്തെ വലിയ ഫംഗ്ഷനാണ് നടക്കുന്നത്. വൈകുന്നേരം ലക്കിടി കൂട്ടുപാതയിൽ ACPയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഒരു ലഘുലേഖയുടെ വിതരണത്തോടു കൂടിയാണ് ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വീട്ടുമുറ്റത്ത് പച്ചക്കറി തോട്ടമൊരുക്കി കർഷകൻ മങ്കര കണ്ണമ്പരിയാരം വള്ളോലിയിൽ വയോധികനായ കാളിദാസനാണ് മനോഹരമായ തോട്ടം ഒരുക്കിയിരിക്കുന്നത്. പയർ, ഇഞ്ചി, മുളക്, വഴുതന, കുമ്പളം, മാതളം, കോവ, പേരയ്ക്ക, വാഴ, മറ്റു പഴവർഗ്ഗങ്ങൾ, കുരുമുളക്, പറങ്കി, മുരിങ്ങ, പപ്പായ എന്നുവേണ്ട എല്ലാം ഇവിടെയുണ്ട്. കൃഷിയിടത്തിൽ എല്ലാം ഒറ്റയ്ക്കാണ് കാളിദാസൻ ചെയ്യുന്നത്. ഇതിൽ നിന്നുള്ള വരുമാനത്തിൽ മാത്രമാണ് 3-അംഗ കുടുംബം കഴിയുന്നത്. ഈ വിത്തുകളും ഇതൊക്കെ കൊണ്ടുവന്ന് തൈകളും കൊണ്ടുവന്നിട്ട് ഇതൊക്കെ ചാക്കിലും തൊടിയിലത്തെ മണ്ണ് തന്നെ നിറച്ച് ഇട്ടാണ് അതിലാണ് നട്ട് വളർത്തിയിട്ടുള്ളത്. അത്യാവശ്യം എനിക്ക് വീട്ടിലേക്കുള്ള ഇതും കിട്ടും. പിന്നെ അത്യാവശ്യം പുറത്ത് കടകളിൽ കൊടുക്കാനുള്ളതും എനിക്ക് കിട്ടുന്നുണ്ട്. വളങ്ങളും അവിടുന്ന് തന്നെ കൃഷിഭവനിൽ നിന്ന് തന്നെയാണ് ഞാൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാലങ്ങളായി വീട്ടുമുറ്റത്ത് ഇത്തരം പച്ചക്കറി കൃഷികളും മറ്റും ഒരുക്കാറുണ്ട്. പുറത്തുനിന്നും ഇന്നേവരെ പച്ചക്കറി വാങ്ങിയിട്ടില്ല. കൃഷിഭവനിൽ നിന്നും ലഭിച്ച തൈകൾ കൊണ്ടാണ് കൃഷി ചെയ്തു വരുന്നത്. പലരും ചട്ടിയിൽ പച്ചക്കറി ഒരുക്കുമ്പോൾ കാളിദാസൻ വളച്ചാക്കുകളിൽ മണ്ണ് നിറച്ചാണ് കൃഷി ചെയ്യുന്നത്. ഇവയിൽ നിന്നും കിട്ടുന്ന വരുമാനമാണ് ഉപജീവന മാർഗം. പഞ്ചായത്ത് പ്രസിഡന്റ് ഗോകുൽദാസ് പച്ചക്കറിത്തോട്ടം സന്ദർശിച്ച് അഭിനന്ദനം അറിയിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് കഴിഞ്ഞ 3 വർഷക്കാലമായി വിഷരഹിത പച്ചക്കറി വീടുകളിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് നമ്മളിങ്ങനെ കണ്ടെയ്നർ കൾട്ടിവേഷൻ പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. ഇവിടെ ഇന്ന് ദാസേട്ടന്റെ വീട്ടിൽ ഈ സംഭവം കണ്ടെയ്നർ വാങ്ങാതെ ഇവർ ചാക്ക് തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത്. കാരണം നമുക്ക് സിമെന്റും സാധനവും വരുന്ന ചാക്കുകൾ കൂടി ഇതിന് ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ മങ്കരയിലുള്ള
ഹരിതകർമ്മസേനയുടെ ഫാമിൽ നിന്നാണ് ഇവിടേക്ക് ആവശ്യമായ തൈകൾ വിതരണം ചെയ്യുന്നത്. ഇതൊക്കെ തന്നെ നല്ല ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട തൈകളാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ വിഷരഹിതമായി ഇപ്പൊ വിഷുവിനായി ഇപ്പോ പച്ചക്കറികൾ ഇഷ്ടം പോലെ ലഭിക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വാഴ, അതുപോലെ തന്നെ ഇഞ്ചി, മഞ്ഞള്, അതാത് കാലങ്ങളിൽ ഉണ്ടാകുന്ന കൃഷികൾ കൃത്യമായിട്ട് ചെയ്യുകയും അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗം കൃഷിയാക്കിക്കൊണ്ടു പോകുന്ന ഒരു കർഷകൻ കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഫെഡറേഷൻ ഓഫ് നാഷണൽ പോസ്റ്റൽ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സ്നേഹസംഗമം 2025 സംഘടിപ്പിച്ചു. വി കെ ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തേക്കാണ്. സമാപന സമ്മേളനം കൂടെ ഒരുപാട് പേരെ ആദരിക്കുന്നുണ്ട്. അതെന്താ പുതിയ അംഗങ്ങളെ സ്വീകരിക്കലാണ് എനിക്ക് ഇഷ്ടം. ആരും നിർമ്മിക്കാൻ യാത്ര ഇഷ്ടമല്ല അല്ലേ? നമ്മുടെ കുടുംബം എന്ന് വെച്ചാൽ ആരും പറഞ്ഞേക്കാൻ പാടില്ല. അപ്പോൾ പുതിയ അംഗങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ട്രസ്റ്റില് അപ്പോൾ ഒരു യാത്രയപ്പ് സമ്മേളനത്തിന് അപ്പോൾ അത് നിങ്ങൾ എല്ലാ പ്രാവശ്യം എന്നെ വിളിക്കുന്ന യാത്രയപ്പ് സമ്മേളനത്തിന് ഈ സ്വാഗത സമ്മേളനം എപ്പോഴെങ്കിലും ഉണ്ടോ? ഒരു മെമ്പർഷിപ്പ് കൊടുത്തിട്ട് അപ്പോൾ ഞാൻ വരാറ്. അപ്പോൾ പുതിയ അപ്പോയിൻമെൻറ്റിൻ്റെ ഞങ്ങൾ എന്താ ചെയ്യുന്നതാണ് അവർ പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾ പുതിയ അപ്പോയിൻമെൻറ്റ് വളരെ കുറവല്ലേ, മുൻകാലം പോലെയല്ല. എന്തായാലും വിരമിക്കുന്നവർക്കുള്ള യാത്രയപ്പ്, പുതിയതായിട്ട് വന്നവർക്കുള്ള വരവേൽപ്പ്, പിന്നെ പ്രൊമോഷൻ കിട്ടിയവർക്കുള്ള പാരിതോഷികം അല്ലേ, അങ്ങനെ ഒരു സ്നേഹ സംഗമം. അതും വിഷുവിൻ്റെ തലേ ദിവസം നിങ്ങളെ സമ്മതിച്ചിരിക്കും. എല്ലാവരും വീട്ടിലെ കാര്യങ്ങൾക്ക് കൂടി നടന്നു അവിടെയുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുമ്പോഴാണ് ഞങ്ങൾ സംഘടനയ്ക്ക് വേണ്ടി ഇവിടെ എല്ലാവരും കൂടെ ചേർന്ന്. പക്ഷേ ഏത് സമയത്തും സംഘടനയ്ക്ക് ഒപ്പം നിൽക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യം ഇന്ത്യയിലുണ്ട്, പ്രത്യേകിച്ച് തപാൽ മേഖലയിലും. ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തന്നെ പൂർണ്ണമായിട്ടും സ്വകാര്യവൽക്കരിക്കാൻ ശക്തമായി നടക്കുക. ഒരുപാട് RMS ഓഫീസുകൾ കൂട്ടി എല്ലാം കേന്ദ്രീകൃതമായി ജനവിരുദ്ധമായി ഈ സർക്കാർ ഓരോ നിലപാടെടുക്കുന്നത്. അവിടുത്തെ ജീവനക്കാരെ സംബന്ധിച്ച് അവരുടെ ആശങ്കയെ സംബന്ധിച്ച് ഒരു മറുപടി സർക്കാരിനില്ല. സംഘടന ഒറ്റപ്പാലം ഡിവിഷൻ ചെയർമാൻ C ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംഘടന കേരള സർക്കിൾ കൺവീനർ KV സുധീർ കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PU മുരളീധരൻ, സർക്കിൾ സെക്രട്ടറി NV വിനോദ്, P സുരേന്ദ്രദാസ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് രോഹിത് MG കൃഷ്ണനെ ആദരിച്ചു. നീലകണ്ഠൻ, ജയരാജൻ, ഉമാദേവി എന്നിവർക്കുള്ള യാത്രയപ്പും നടന്നു. ഒറ്റപ്പാലം ഡിവിഷൻ സംഘടനാ കൺവീനർ MK ബാലകൃഷ്ണൻ സ്വാഗതവും ഡിവിഷൻ സെക്രട്ടറി MV ഷംനാഥ് നന്ദിയും പറഞ്ഞു. ഷൊർണൂർ ജീവത ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിഷു കൈനീട്ടം എന്ന പരിപാടി സംഘടിപ്പിച്ചു. ചടങ്ങിൽ 100-ൽ പരം അംഗങ്ങൾക്ക് വിഷു കൈനീട്ടവും പുതുവസ്ത്രവും വിതരണം ചെയ്തു. വാർഡ് കൗൺസിലർ TK സൗമ്യ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യക്ഷേമ വകുപ്പിൽ നിന്നും വിരമിച്ച ഉഷാദേവി ഈ കാലഘട്ടത്തിൽ പ്രായമായവർ നേരിടുന്ന പ്രശ്നങ്ങളിലൊന്നായ വാർദ്ധക്യവും ഒറ്റപ്പെടലും എന്ന വിഷയത്തിൽ സംസാരിച്ചു. 11-ാം വാർഡ് കൗൺസിലർ T സീന ആശംസകൾ അറിയിച്ചു. ജീവിത ട്രസ്റ്റ് ചെയർപേഴ്സൺ സംയുക്ത KV സ്വാഗതം പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാചകവാതക വില വർധനയ്ക്കെതിരെ പാഞ്ഞാൾ കിള്ളിമംഗലം കൊച്ചപ്പൻപടി സെന്ററിൽ KSKTU പാഞ്ഞാൾ വില്ലേജ് വനിതാ സബ് കമ്മിറ്റി അടുപ്പുകൂട്ടി സമരം നടത്തി. KSKTU ജില്ലാ വൈസ് പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് വനിതാ കമ്മിറ്റി കൺവീനർ ശൈലജ രാജൻ അധ്യക്ഷത വഹിച്ചു. വില്ലേജ് കമ്മിറ്റി ട്രഷറർ പ്രിയ സുരേഷ്, വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് മധുസൂദനൻ, സെക്രട്ടറി TM രവി, ലോക്കൽ സെക്രട്ടറി C ഉണ്ണികൃഷ്ണൻ, വാർഡ് മെമ്പർ നിർമ്മല രവികുമാർ, മാലതി എന്നിവർ സംസാരിച്ചു. മങ്കര കാളികാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തർക്കും യാത്രക്കാർക്കും വിഷുക്കണിയൊരുക്കി. കണിക്കൊന്നയും കൈനീട്ടവുമായി രാധയും കൃഷ്ണനും അണിഞ്ഞൊരുങ്ങി. 2500-ൽ പരം ആളുകളാണ് കൈനീട്ടം വാങ്ങിയത്. മുൻപെങ്ങുമില്ലാത്ത ഭക്തരുടെ തിരക്കാണ് കാളികാവ് ക്ഷേത്രത്തിൽ ദൃശ്യമായത്. അതിരാവിലെ തന്നെ ഭക്തരുടെ നീണ്ട നിര തന്നെ കാണാമായിരുന്നു. ഭക്തർക്കായി കണി കാണാനും കൈനീട്ടം വാങ്ങിക്കാനുമായി എല്ലാവിധ സൗകര്യങ്ങളും ഭാരവാഹികൾ ഒരുക്കി. രാവിലെ 5:30 മുതൽ 10:30 വരെ ചടങ്ങ് നീണ്ടു. മങ്കര വെള്ളറോഡ് താഴത്തേപ്പുര ഉണ്ണികൃഷ്ണന്റെ മകൾ ശ്രീനിക കൃഷ്ണനായും സതീഷിന്റെ മകൾ ആരാധ്യ രാധയായും വേഷമിട്ടു. കൃഷ്ണന്റെയും രാധയുടെയും കൂടെ ഫോട്ടോ എടുക്കുന്നതും കാണാമായിരുന്നു. എല്ലാവരുടെയും സഹകരണത്തിൽ നന്ദി അറിയിക്കുന്നതായി ക്ഷേത്രം ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണദാസ് പറഞ്ഞു. ഈ വർഷത്തെ ചടങ്ങ് വളരെ ഗംഭീരമായിരുന്നു. കൈനീട്ടം കൊടുക്കാനായിട്ട് നമ്മുടെ കൃഷ്ണനും രാധയും വേഷം കെട്ടിയിട്ടുള്ള 2 കുട്ടികൾ ശ്രീനജിയും ആരാധി രണ്ടുപേരും വളരെ ഊർജ്ജസ്വലതയോട് കൈനീട്ടം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ, അതായത് ഏകദേശം 2500-ഓളം
ആളുകൾ ഈ സമയത്തിനുള്ളിൽ രാവിലെ 6 മണി മുതൽ തുടങ്ങിയ ഈ കൈനീട്ട പരിപാടി ഏകദേശം 11 മണിയോടുകൂടി ഏകദേശം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിൽ ആണ്. ഈ സമയത്തിനുള്ളിൽ തന്നെ ഏകദേശം 2500 പേർക്ക് നമുക്ക് കൈനീട്ടം കൊടുക്കാനായിട്ട് സാധിച്ചു. വളരെ അധികം മാറ്റങ്ങൾ ഈ അമ്പലത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണങ്ങളും മറ്റുള്ളതും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. മുള്ളൂർക്കര ഇരുനിലംകോട് ക്ഷേത്രത്തിലെ 400 വർഷം പഴക്കം ചെന്ന ആചാരത്തിന് ഇത്തവണയും മുടക്കം വരുത്താതെ ചക്കച്ചുളയുമായി ഹരിജൻ സ്ത്രീ ക്ഷേത്രത്തിലെത്തി. ചക്കച്ചുളയുടെയും ഹരിജൻ സ്ത്രീയുടെയും പിന്നിലൊരു കഥയുണ്ട്. ഈ ചടങ്ങിന് ചക്കോത്സവം എന്നാണ് പറയപ്പെടുന്നത്. നിരവധി ഭക്തർ വിഷുക്കണി കാണുവാനും ഭഗവാനെ തൊഴാനുമായി ഇവിടെ എത്തിയിരുന്നു. ഇത്തവണ അതിവിപുലമായിട്ടാണ് ക്ഷേത്രത്തിൽ വിഷുക്കണി ഒരുക്കിയിരുന്നത്. ഇവിടെ എത്തുന്ന ഓരോ ഭക്തർക്കും തൊഴുതുമടങ്ങുമ്പോൾ വിഷു കൈനീട്ടവും നൽകി. രാവിലെ 4 മണിക്ക് തന്നെ ശാന്തിക്കാരൻ രാജീവിൻ്റെ നേതൃത്വത്തിൽ പൂജാകർമ്മങ്ങൾ നടന്നു. കാർത്യായനിയുടെ നേതൃത്വത്തിൽ ഭഗവാൻ കീർത്തനാലാപനവും ഉണ്ടായിരുന്നു. 400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹരിജൻ യുവതി കാട്ടിലേക്ക് വിഷു ദിനത്തിൽ വിറക് ശേഖരിക്കാൻ പോയപ്പോൾ അവിടെ വെച്ച് യുവതിയുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം പാറയിൽ വീഴുകയും തുടർന്ന് പാറയിൽ നിന്ന് രക്തം വരാൻ തുടങ്ങിയതോടെ ഹരിജൻ യുവതി നിലവിളിക്കുകയും അവിടെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ഭയപ്പെടേണ്ട എന്ന് അരുളുകയും ചെയ്തു. എല്ലാ കൊല്ലവും തന്നെ കാണാൻ വരുമ്പോൾ എന്താണ് കൊണ്ടുവരിക എന്ന് ചോദിച്ചപ്പോൾ അടിയൻ്റെ വീട്ടിൽ ചക്ക മാത്രമേ ഉള്ളൂ എന്ന് പറയുകയും അതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഇപ്പോഴും തലമുറകൾ ഈ ആചാരം ആചരിച്ചു വരുന്നത്. ഇപ്പോഴത്തെ തലമുറ മുള്ളൂർക്കര SN നഗറിലെ പരേതനായ കൃഷ്ണൻ്റെ ഭാര്യ യശോധയാണ് ചക്കച്ചുളയുമായി ഇത്തവണ എത്തിയത്. ക്ഷേത്ര ശാന്തിക്കാരൻ രാജീവ്, ക്ഷേത്രം പ്രസിഡന്റ് PS രാഘവൻ, സെക്രട്ടറി MV ദേവദാസ്, ട്രഷറർ VK ശിവദാസ്, ക്ഷേത്രസമിതി അംഗങ്ങൾ എന്നിവർ ചേർന്ന് ഇവരെ സ്വീകരിച്ചു. യശോദ ഭദ്രദീപം കൊളുത്തിയതിനു ശേഷമാണ് ഭക്തർക്ക് ഭക്ഷണം നൽകിയത്. ഭക്ഷണത്തിൽ ചക്ക വറവ്, ചക്ക എലിശ്ശേരി, ചക്കച്ചുള, ചക്ക പായസം എന്നിവയുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പരുത്തിപ്പുള്ളി ചെരാംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ വിഷുവേലയുടെ ഭാഗമായി പിലാപ്പുള്ളി ദേശം നിർമ്മിച്ച ആനപ്പന്തൽ നാടിന് സമർപ്പിച്ചു. പന്തൽ സമർപ്പണ ചടങ്ങ് CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു നിർവഹിച്ചു. പിലാപ്പുള്ളി യുവചേതന ക്ലബ്ബാണ് കമനീയതയോടെയും അലങ്കാര പ്രൗഢിയോടെയും ആനപ്പന്തൽ നിർമ്മിച്ചത്. പിലാപ്പുള്ളി ദേശം വേല കമ്മിറ്റി പ്രസിഡന്റും യുവചേതന സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ രാജേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി, ചെരാംകുളങ്ങര ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹി KP രവിശങ്കർ, പിലാപ്പള്ളി ദേശം വേല കമ്മിറ്റി സെക്രട്ടറി മധു, MM അസനാർ, മുഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു. ആദ്യകാല വേല കമ്മിറ്റി ഭാരവാഹികളായ സോമസുന്ദരൻ നായർ, ഭാസ്കരൻ നായർ, കൊലവൻ, കരുവാൻ തൊടി എന്നിവരെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടികജാതി ക്ഷേമ സമിതി മണ്ണൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ BR അംബേദ്കറുടെ 134ാം ജന്മദിനം ആചരിച്ചു. PKS ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി OV സ്വാമിനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനാ ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് PV പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി M ഉണ്ണികൃഷ്ണൻ, മണ്ണൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് K സൈദലവി, MK മനോജ് എന്നിവർ സംസാരിച്ചു. ഒരുപാട് ഉച്ചനീതിത്വവും അതുപോലെ തന്നെ ഏൽക്കേണ്ടി വന്ന, വളരെ ദുരിതമനുഭവിക്കേണ്ടി വന്ന ഒരു കുടുംബത്തിൽ ജനിച്ച് വിദ്യാഭ്യാസം കൊണ്ട് എങ്ങനെ ഉന്നതിയിലെത്താമെന്ന് തെളിയിച്ച, ജീവിതം കൊണ്ട് തെളിയിച്ച മഹാവ്യക്തിത്വമാണ് ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത്. അദ്ദേഹം ഈ ഭരണഘടന വിഭാവനം ചെയ്തത് ഈ അസമത്വം ഇല്ലാതാക്കുന്നതിനും സാമൂഹ്യനീതി ഉറപ്പുവരുത്തുന്നതിനുമാണ് പ്രാധാന്യം കൊടുക്കപ്പെട്ടത്. ഇന്ന് ഈ രാജ്യം സ്വതന്ത്രമായി ഈ കാലയളവിൽ നമുക്കറിയാം, അദ്ദേഹം വിഭാവനം ചെയ്ത ഈ ഭരണഘടനാ മൂല്യങ്ങളെ ആകെ അട്ടിമറിക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് RSS നിയന്ത്രിക്കപ്പെടുന്ന BJP-യാൽ ഭരിക്കുന്ന ഈ NDA ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സാധുജന പരിപാലന സംഘം ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കർ 134ാം ജന്മദിനം ആഘോഷം കൊളപ്പുള്ളിയിൽ നടന്നു. സംഘടന സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KA രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സബീഷ് KV അധ്യക്ഷത വഹിച്ചു. താലൂക്ക് യൂണിയൻ ഭാരവാഹികളായ A വേലായുധൻ, A പരമേശ്വരൻ, ശങ്കരൻകുട്ടി, പൂവക്കോട് വിജയൻ, PK കോമളം, TM കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. താലൂക്ക് സെക്രട്ടറി ഉണ്ണിക്കുട്ടൻ സ്വാഗതവും പരമേശ്വരൻ നന്ദിയും പറഞ്ഞു. ബാബാ സാഹേബ് അംബേദ്കർ നമ്മുടെ ജനവിഭാഗത്തിൻ്റെ എല്ലാവിധത്തിലുള്ള മോചനത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ഒരു വ്യക്തിത്വമാണ്. മാത്രമല്ല, അദ്ദേഹത്തിനെ നമിക്കാതെ നമുക്ക് യാതൊരുവിധ ചടങ്ങും നടത്താൻ സാധ്യമല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി വളരെയധികം മുൻകരുതലുകൾ നേരിടുന്ന ഒരു മഹൻ വ്യക്തിയാണ് ബാബാ സാഹേബ് അംബേദ്കർ. ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും മുഖ്യ കാരണം
നമ്മുടെ വിഭാഗീയ ചിന്താഗതിയാണ്. ഈ വിഭാഗീയ ചിന്താഗതിയെ നാം എങ്ങനെ നേരിടണമെന്നും ഇതിനെതിരെ എങ്ങനെ പ്രതികരിക്കണമെന്നും വളരെയധികം വ്യക്തമായി ഭരണഘടന നിർദ്ദേശിക്കുന്ന മതത്തിലാണ് ബാബാ സാഹേബ് അംബേദ്കർ. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും എന്നിവ ജനപഥത്തിൽ എത്തിയിട്ടില്ല. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു പോരായ്മയാണ് ഇന്ന് കാണുന്ന ഈ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ 134 ജന്മദിന അനുസ്മരണം ദളിത് കോൺഗ്രസ് പറളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KM അബ്ദുൽ സത്താർ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ദളിത് കോൺഗ്രസ് പറളി ബ്ലോക്ക് പ്രസിഡന്റ് KR ചന്തു അധ്യക്ഷത വഹിച്ചു. ദളിത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് K വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. പറളി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പ്രവീൺ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി KM മാധവൻ, CV വിജയകുമാർ, K മണികണ്ഠൻ, EV അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു. ദളിത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി VV ചന്ദ്രൻ സ്വാഗതവും മങ്കര ഗ്രാമപഞ്ചായത്ത് അംഗം KM രമേശ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മങ്കര മിനി ശബരിമലയിൽ മഹാചണ്ഡിക മഹായജ്ഞം നടന്നു. പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് ജീവരാശികളുടെ സംരക്ഷണത്തിനാണ് മഹാചണ്ഡിക യജ്ഞം നടത്തുന്നത്. ദക്ഷിണ ഭാരതത്തിലെ ആദ്യ മഹാമണ്ഡലേശ്വറായ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതിയും സന്യാസി സഭാ അംഗങ്ങളും ഹോമത്തിന് നേതൃത്വം നൽകി. ജാതിമത കുല കുടുംബ ഗോത്രവർഗ വർണ്ണ വ്യത്യാസമന്യേ ജീവരാശികളെ ഏകീകരിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് യാഗയജ്ഞങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആയിരത്തോളം ഭക്തജനങ്ങൾ പങ്കെടുത്തു. അന്നദാനവുമുണ്ടായിരുന്നു. മെയ് 2 വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 12:30 വരെ നടക്കുന്ന ആദി ശങ്കരാചാര്യ ജയന്തിയുടെ നോട്ടീസ് പ്രകാശനവും ചടങ്ങിൽ നടന്നു. അന്നേ ദിവസം വേദപാരായണം, സത്സംഗം, പാദപൂജ, നാരായണീയ പാരായണം, അന്നപ്രസാദം എന്നിവയും ഉണ്ടാകുമെന്ന് സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി അറിയിച്ചു. കുലത്തിനും കുടുംബത്തിനും ഗോത്രത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായി എല്ലാ ജീവരാശികളെയും ഐക്യത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി ആയുർബലം പൂർണ്ണമായി ലഭിക്കുവാനാണ് യാഗങ്ങളും യജ്ഞങ്ങളും നടത്തുക. പ്രപഞ്ചത്തിലെ നൂലാമാലകളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും മാനവരാശിയെ രക്ഷിക്കുക എന്നതാണ് ചണ്ഡിക യജ്ഞങ്ങളുടെ കർത്തവ്യം. ഇന്ന് വളരെ വിശേഷമായ മഹാചണ്ഡിക യജ്ഞം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാറ്റുലി. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ട് 70 പേർ ഉണ്ടെന്നാണ് കണക്ക്. സംസ്ഥാനത്ത് നിലവിൽ 500-ലധികം അനാഥ മന്ദിരങ്ങളിലായി 32,000 പേരെങ്കിലും ഉണ്ടെന്നാണ് കണക്ക്. അതിനാൽ പുതിയ ഏറ്റെടുക്കലുകൾ കുറവാണ്. സ്വത്തോ ബാങ്ക് അക്കൗണ്ടിൽ തുകയോ ഉണ്ടെങ്കിൽ ഇവരുടെ മരണശേഷം മരണ സർട്ടിഫിക്കറ്റിനായി ബന്ധുക്കൾ എത്താറുണ്ടെന്നും അധികൃതർ പറയുന്നു. ഇതിനെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? മാറ്റുലിയിലേക്ക്. ഇന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി കഴിയും, മെഡിക്കൽ കോളേജിലും മറ്റ് വഴിയോരങ്ങളിലുമായിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് താങ്ങില്ലാതെ, അതായത് മക്കളുടെയും ആരുടെയും താങ്ങില്ലാതെ തെരുവുകളിൽ താമസിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഇത്രയും വിദ്യാഭ്യാസവും അതുപോലെ തന്നെ സംസ്കാരം എന്ന നിലയ്ക്ക് മുൻതൂക്കം നിൽക്കുന്ന നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നു എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും ഒരു ആശങ്കയുള്ളൊരു കാര്യമാണ്. വിദ്യാഭ്യാസത്തിൽ മുന്നിലാണെങ്കിലും വയോധികരെ പല ഹോസ്പിറ്റലുകളിൽ ഉപേക്ഷിച്ചിട്ടാണ് മക്കൾ പാരൻസിനെ ഉപേക്ഷിച്ചിട്ട് പോകുന്നൊരവസ്ഥയാണ്. അത് പൈസയുടെ പുറകിലും അവരുടെ സ്വസൗകര്യങ്ങളുടെ പുറകിലും പോകുന്നൊരു കാഴ്ചപ്പാടാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പല മെഡിക്കൽ കോളേജുകളിലും ചികിത്സയ്ക്കായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് അത് ഒന്നാമത്തത് ഇന്നത്തെ പൈസയോടുള്ള അല്ലെങ്കിൽ സമയമില്ല, പൈസയോടുള്ളൊരു ആർത്തിയാണ് അതിൻ്റെ വലിയൊരു ഘടകമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പൈസയുടെ അവരും പ്രായമാകുമ്പോൾ അങ്ങനെയൊക്കെ ആവുന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി ചികിത്സയ്ക്ക് കൊണ്ടുപോവുക, എന്നിട്ട് അവിടെ വിട്ടിട്ട് പോവുക, അത് വലിയൊരു ദുഃഖകരമായിട്ടുള്ള ഒരു സർക്കാർ അതിന് വേണ്ട ഒരു നടപടി എടുക്കണം എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. സമ്പത്തിൻ്റെ പുറകെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞകാല പൂർവ്വകാല ചരിത്രമോ അല്ലെങ്കിൽ ഒരു കുടുംബ പശ്ചാത്തലമോ ഒന്നും മനസ്സിലാക്കാതെ എങ്ങനെ പണമുണ്ടാക്കാം, അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലുള്ളൊരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അവർ ആ ഒരു ബന്ധങ്ങൾ മറന്നു പോകുന്ന ഒരവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട്. പ്രായാധിക്യം മൂലം അശരണരായ രക്ഷിതാക്കളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ള മക്കളും അതുപോലെ തന്നെ മരുമക്കളും ഒക്കെ ആ ഒരു കുടുംബ പശ്ചാത്തലമൊക്കെ ഇന്ന് മാറി അണുകുടുംബങ്ങളായി മാറുന്ന ഒരു കാലഘട്ടം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ബന്ധങ്ങളെക്കാളേറെ സാമ്പത്തികവും സുഖലോലുപതയായി എങ്ങനെ ജീവിക്കാമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വ്യഗ്രതയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള
വളരെയേറെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടും പഠിച്ച് വിദ്യാഭ്യാസവും മറ്റ് സൗകര്യങ്ങളും അതുപോലെ തന്നെ സാമ്പത്തികവും ഒക്കെ ഉണ്ടാക്കിയിട്ടും അവരുടെ കഠിനാധ്വാനം കൊണ്ട് മക്കളെ നല്ല രീതിയിലേക്ക് വഴിതിരിച്ചു വിടാനുള്ള ഒരു കഠിനമായ പരിശ്രമത്തിന് ഫലം കാണുമ്പോൾ അവരെ ആ രക്ഷിതാക്കൾ വന്ന വഴി അല്ലെങ്കിൽ അവരെ സംരക്ഷിച്ച അല്ലെങ്കിൽ ബുദ്ധിമുട്ടിയ അതൊക്കെ മറന്നുകൊണ്ട് താൽക്കാലിക സുഖത്തിന് വേണ്ടി അതല്ലെങ്കിൽ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഇവരെയൊക്കെ ഒഴിവാക്കി പോകുന്ന ഒരു സ്ഥിതിയാണ്. അതുകൊണ്ടാണ് ഈ നാട്ടിലെ പല പ്രദേശങ്ങളിലും വൃദ്ധസദനങ്ങൾ ഗവൺമെൻറ് തന്നെ പലപ്പോഴും ഇത് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വൃദ്ധസദനങ്ങൾ ധാരാളം ഉണ്ടാക്കുന്ന ഒരവസ്ഥ ഇന്ന് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ബന്ധം അതിൻ്റെയൊക്കെ വില കുറയുന്ന ഒരു കാലഘട്ടത്തിൽ സാമ്പത്തികം അതല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സുഖസൗകര്യങ്ങൾ മാത്രം തേടിപ്പോകുന്നൊരവസ്ഥ. വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം മുന്നോട്ട് നിൽക്കുന്ന രാജ്യമാണ്. ഇപ്പോഴും ഇനിയും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ മുൻപോട്ട് കൊണ്ടുവരണമെന്നുള്ള പ്രവർത്തനങ്ങളുമായിട്ടൊക്കെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ രക്ഷിതാക്കൾക്ക് മക്കളെ നല്ല നിലയിൽ എത്തിക്കണം, ഉയർന്ന വരുമാനം ഉണ്ടാവണം, വലിയ കാഴ്ചപ്പാടുകളാണ് അവർക്കുള്ളത്. അവരുടെ കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായി കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ആ കുട്ടിയുടെ മനസ്സിൽ സ്നേഹത്തിന് പകരമായി പണത്തോടുള്ള താല്പര്യം വർദ്ധിക്കുകയാണ്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, എങ്ങനെ ആവണമെന്ന് ചിന്തിച്ച് വിദ്യാഭ്യാസം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് അയൽ രാജ്യങ്ങളിലേക്കൊക്കെ മാറിപ്പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ അവരവിടെ പഠിക്കുന്നു, അവിടെ നിന്നുള്ള ഉയർന്ന ശമ്പളം വാങ്ങിക്കുന്നു, അവിടെ തന്നെ ജീവിക്കാനുള്ള ഒരു സെറ്റപ്പിലേക്ക് എത്തപ്പെടുകയും നമ്മുടെ നാടിനെയും നമ്മുടെ രക്ഷകർത്താക്കളെയും നമ്മുടെ സമൂഹത്തെ തന്നെ അവരെ മറക്കേണ്ട ഒരു ചുറ്റുപാടിലേക്ക് എത്തുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഓൺലൈൻ തട്ടിപ്പ്. തൃശൂർ സ്വദേശിയിൽ നിന്നും 1,90,00,000 തട്ടിയ പ്രതി പിടിയിൽ. പിടിയിലായത് നൈജീരിയൻ പൗരൻ ഓസ്റ്റിൻ ഓഗ്ബ. മൃഗങ്ങളോട് മനുഷ്യന്റെ ക്രൂരത. മേയാൻ വിട്ട പശു പന്നിപ്പടക്കം കടിച്ച് വായ പൂർണ്ണമായും തകർന്ന നിലയിൽ. പുതുനഗരം പെരുവെമ്പ് സതീഷിന്റെ പശുവിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. കേസെടുത്ത് പോലീസ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മാധ്യമവിലക്കിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ ഹൈക്കോടതിയിലേക്ക്. വാർത്താമാധ്യമങ്ങൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനും ചിത്രീകരണത്തിനും അനുമതി നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചു. തൃശൂർ പെരുമ്പിലാവിൽ ലോറിയിടിച്ച് ബൈക്ക് യാത്രികനായ +1 വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. മരിച്ചത് പെരുമ്പിലാവ് അംബേദ്കർ നഗർ സ്വദേശി 17 വയസ്സുള്ള ഗൗതം. സംഭവം തിങ്കളാഴ്ച പുലർച്ചെ 12:30-ഓടെ. കോട്ടായിയിൽ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമാകുന്നു. കോട്ടായി സെന്ററിൽ നിർമ്മിക്കുന്ന മിനി ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. പദ്ധതി നിർവഹണം 1 കോടി ചെലവിൽ. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും കാർഷികോത്സവത്തിന് നാടെങ്ങും ആഘോഷങ്ങൾ. മലയാളികൾ വിഷു ആഘോഷിച്ചു. ഗുരുവായൂരിൽ വൻ ഭക്തജനത്തിരക്ക്. കണ്ണനെ കണി കാണാനായി എത്തിയത് 10,000-ങ്ങൾ. ജനസാഗരമായി മറ്റ് ക്ഷേത്രങ്ങളും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.